പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പ്രഭു. മേലാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തു ലോകത്തെ അറിയിക്കുന്ന വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രയോജനകരമായി ജീവിക്കാൻ ഈ പഠനം താങ്കൾക്ക് പ്രയോജനകരമാകട്ടെ. അനീതി നിറഞ്ഞ ലോകത്തെ നീതിമാനായ ദൈവം ന്യായം വിധിക്കുന്ന വിവരണങ്ങളുള്ള വെളിപ്പാട് പുസ്തക പഠനം. യേശുക്രിസ്തു വേഗം വരുന്നു. വരവിൻ്റെ ലോകലക്ഷണങ്ങൾ വളരെ കാണുന്നു. വേഗം വരുന്ന ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്കും ഇടയായെങ്കിൽ താങ്കൾ ഇതിനെക്കുറിച്ച് 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയെ, അതുപോലെ തന്നെ പ്രസവിച്ചതായിരിക്കുന്ന ആ സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മനസ്സിലാക്കുവാൻ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടയായി. എന്നാൽ ഈ 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വളരെ ഒരു രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് എന്താണ്, ആരെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം സത്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഫിഗർ ഓഫ് സ്പീച്ച്, ഒരു രൂപകാലങ്കാരത്തിലാണ് പലതും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സ്ത്രീ നമ്മൾ കണ്ടു, ആ സ്ത്രീ ഇസ്രായേൽ രാഷ്ട്രമാണ്. ആൺകുട്ടി, അവൾ പ്രസവിച്ച ആൺകുട്ടി ഈ ലോകത്തെ ഭരിക്കാൻ വരുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. വളരെ വ്യക്തമായി കണ്ടു. എന്നാൽ 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി 7 തലയും 10 കൊമ്പും, തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള മഹാസർപ്പം, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ച് കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളയും. ഇതെന്താണെന്നൊരു ചോദ്യമായി എന്നോട് ചോദിച്ചത്. അതെ, എന്താണെന്നുള്ളത് നമുക്ക് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത് നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഇതും ഒരു രൂപകാലങ്കാരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു അടയാളം എന്നാണ് പറഞ്ഞിരിക്കുക. ഇറ്റ് ഇസ് എ സൈൻ. ഓക്കെ, ഈ മഹാസർപ്പം ഇവിടെ രേഖപ്പെടുത്തി, തീ നിറമുള്ള മഹാസർപ്പം. ഈ മഹാസർപ്പം ആരാണെന്ന് 20-2 നോക്കിക്കാട്ടെ. വെളിപ്പാട് 20-2 വചനം വളരെ വ്യക്തമായി നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 2-ാം യേശുക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന 2-ാം വാക്യം. കർത്താവായ യേശുക്രിസ്തു പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അപ്പം പിശാചും സാത്താനുമായ പഴയ പാമ്പായ മഹാസർപ്പം. ഇവിടെ നമ്മൾ വായിച്ച എന്താ? തീ നിറമുള്ള മഹാസർപ്പം. അതെ. അപ്പൊ ഈ മഹാസർപ്പം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ, സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം. അപ്പൊ അത് സാത്താനെ കാണിക്കുന്ന ഇവിടെ വളരെ വ്യക്തമായി പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പം. ആ പേരുകൾ 3 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മഹാസർപ്പം എന്ന് 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് സാത്താനാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ തിരുവചനത്തിലൂടെ നമുക്ക് കാണാം. അതിനുവേണ്ടി തർക്കമൊന്നും വേണ്ട. പക്ഷെങ്കിൽ എന്തിനാണ് അവന് ഇവിടെ 7 തലയുണ്ടെന്നും തലയില് 10 രാജമുടി അല്ലെങ്കിൽ ക്രൗൺസ് ഉണ്ടെന്നും എടുത്തു പറയുന്നു. 7 തലയും 10 കൊമ്പും. 7 തല നമുക്കറിയാം. 7 പൂർണ്ണതയുടെ സംഖ്യ.
ഇതിനു മുമ്പ് ആരംഭത്തിൽ അത് നമ്മൾ ചിന്തിച്ചു അല്ലേ? ഒരുപാട് 7 കുറിച്ച് കണ്ടു. 7 സഭകളുടെ ദൂത, 7 മുദ്ര, 7 ഗാഹണം, 7 ക്രോധകലശം, ഇങ്ങനെ 7 നീണ്ട പട്ടിക. അത് 7 പൂർണ്ണസംഖ്യയാണ് നമ്മൾ കണ്ടു. അതെ. ഈ സാത്താൻ എന്തിനാ 7 തല? സാത്താന് 7 തല പൂർണ്ണതയുടെ ഒരു ചിത്രമാണ്. സാത്താനെ സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നെന്നറിയാം? എസെക്കിയേൽ 28:12 വായിക്കുമ്പോൾ, എസെക്കിയേൽ 28:12 അവൻ ജ്ഞാന സമ്പൂർണനായിരുന്നു. ഓഹോ, ആദ്യം ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ജ്ഞാന സമ്പൂർണനായിരുന്നു. അവനെ സാത്താനായിട്ടല്ലല്ലോ സൃഷ്ടിച്ചല്ല. ശിരസ് ജ്ഞാനത്തെ കാണിക്കുന്ന 7 ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ 7 തലയുണ്ട്. അപ്പോൾ ആ 7 തല അവന്റെ ജ്ഞാന സമ്പൂർണൻ എന്നുള്ളത് 28:12 ദൈവം അവന്റെ ജ്ഞാനം എടുത്തു കളഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവന്റെ ജ്ഞാനം ദുഷ്ടതയ്ക്ക് വേണ്ടി തിരിഞ്ഞുപോയി. വെളിച്ചദൂതൻ അന്ധകാരത്തിന്റെ ദൂതനായി. അവന്റെ ജ്ഞാനം ദുഷ്ടതയ്ക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ അവനെ സൃഷ്ടിച്ച നാളിൽ അവൻ ജ്ഞാന സമ്പൂർണനായിരുന്നു. ഓക്കെ. ആ 7 തല, 10 കൊമ്പ് അധികാരത്തിന്റെ ചിത്രമാണ്. വചനത്തിൽ വളരെ വ്യക്തമായി അധികാരത്തെ കാണിക്കുന്നു. എന്നാൽ ഇവിടെ 10 കൊമ്പ് നമ്മൾ ഓർക്കണം. 10 കൊമ്പ് തിരുവചനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 10 കൊമ്പ് ഭാവിയിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ 1-ാം വാക്യം നോക്കിയാട്ടെ. 13:1 അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷനാമങ്ങളും ഉള്ളൊരു മൃഗം സമതലത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടെ പറയുന്നത് സാത്താനല്ല, ഒരു മൃഗം കയറി വരിക. ആ മൃഗത്തിനും 10 കൊമ്പുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വർണ്ണനയാണ്. അന്ത്യകാലത്ത് ഒരു 10 ദശരാഷ്ട്ര സംഘടനയുടെ ഭരണം ഉണ്ടാവും. അതാണ് ഈ 10 കൊമ്പ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ സാത്താനും ഇവിടെ നമ്മൾ വായിക്കുന്ന അവന് 10 കൊമ്പുണ്ട്. ഇതോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. സാത്താൻ ഈ അന്തിക്രിസ്തു ലോക ഭരണകർത്താവായി തിരിയുന്നുണ്ട്. സർവ്വലോകവും അവനെ നമ്മളിവിടെ താഴോട്ട് വായിച്ചാൽ അത് 13-ാം അധ്യായത്തിലല്ലേ? 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം കിട്ടി. അപ്പോൾ സർവ്വലോക ഭരണ അധികാരിയായിട്ട് ഓരോന്ന് എഴുന്നേൽക്കുന്നു. സാത്താന്റെ ആഗ്രഹം എന്നായിരുന്നു? അവന്റെ ആഗ്രഹം തന്നെയാണ് ദൈവത്തിന്റെ സിംഹാസനം മുകളിൽ അവന്റെ സിംഹാസനം വെക്കണം, അവനെ ആളുകൾ ആരാധിക്കണം, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ തരാം, കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ സാത്താന്റെ ആ ആഗ്രഹം ഈ 10 കൊമ്പുള്ള അല്ലെങ്കിൽ 10 ദശരാഷ്ട്ര സംഘടനയിലൂടെ എഴുന്നേറ്റ് വരുന്ന അന്തിക്രിസ്തുവിലൂടെ നിവർത്തിക്കപ്പെടും. ഒരു കാലഘട്ടം ഉണ്ടാവും. അപ്പോൾ അവന് കൊടുത്ത വർണ്ണനയാണ് ഈ 10 കൊമ്പുണ്ട്. എന്നാൽ 10 ചില പണ്ഡിതന്മാർ പരീക്ഷണത്തിൻ്റെയും ഒക്കെ ഒരു ചിത്രമായിട്ട് വായിക്കുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തി 24:53 റിബേക്കയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, 10 ദിവസം ബാല ഇവിടെ നിൽക്കട്ടെ. വെളിപാട് 2:10 സ്മുർദാ സഭയോട് പറഞ്ഞു, 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകും. ഇങ്ങനെ ദാനിയേൽ 1:12 അവര് ശാഖഭോജനം കഴിച്ച് 10 ദിവസം ഞങ്ങളെ പരീക്ഷിക്കട്ടെ. 10 ഒരു പരീക്ഷയുടെ സന്ദർഭം കൂടെയാണ്. അവൻ ആരാ? പരീക്ഷകൻ എന്നാണ് അവന്റെ പേര് തന്നെ. സാത്താന്റെ വേറൊരു പേരാ പരീക്ഷകൻ. അവിടെ രാജമുടി ഉണ്ടെന്ന് രേഖപ്പെടുത്തി. രാജമുടി എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ക്രൗൺ എന്നാണ്. ക്രൗൺ മാത്രമേ ഉള്ളൂ. ക്രൗണ. രാജമുടി എന്ന് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡിയാഡം അല്ലെങ്കിൽ ക്രൗൺ. അപ്പോൾ അവന്റെ ശിരസിൽ 10 കിരീടമുണ്ട്. ഒരു പക്ഷെങ്കിൽ ഈ 10 രാജാക്കന്മാരുടെ ഭരണം ലോകത്തിൽ ആഗോളമായി വരുമ്പോൾ അവൻ കിരീടധാരിയായിരിക്കുന്ന പോലെ സാത്താൻ ഒരു അധികാരത്തിലേക്ക് ഉയരുകയാണ് ഇവരിലൂടെ. എന്നാൽ ഇവന്റെ നിറം എങ്ങനെയാന്ന് നോക്കിയാട്ടെ. തീ നിറമുള്ള മഹാസർപ്പം എന്ന് 3-ാം വാക്യത്തിൽ. തീ നിറം ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, റെഡ് ഡ്രാഗൺ, ഗ്രേറ്റ് റെഡ് ഡ്രാഗൺ, ചുമന്ന സർപ്പം. അതിന് തീ നിറമെന്ന് മലയാളത്തിൽ കൊടുത്തത് ഗ്രേറ്റ് റെഡ് ഡ്രാഗൺ. ചുവപ്പ് നമുക്കറിയാം രക്തത്തിന്റെ നിറം. അതെ. യോഹന്നാൻ 8:44 കർത്താവിനെ കുറിച്ച് പറഞ്ഞു, അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നത്. സാത്താനെ കുറിച്ച് കർത്താവ് പറഞ്ഞതാ, ആദ്യം മുതൽ അവന് കൊലപാതകനാണ്. ലോകത്തിൽ എന്തുമാത്രം ചോര ഒഴുക്കിയിട്ടുണ്ട്, എന്തുമാത്രം യുദ്ധം നടന്നിട്ടുണ്ട്. ചോരപ്പുഴയുടെ ചരിത്രമാണ് ലോക ചരിത്രം. ഈ ചോരയൊക്കെ ആരാ ഒഴുക്കിച്ചത്? സത്യത്തിൽ സാത്താന്റെ നിയന്ത്രണത്തിൽ വരുന്ന മനുഷ്യരുടെ പോരായിരുന്നു. അതെ, മനുഷ്യരുടെ. നമ്മൾ ദാനിയേലിന്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു വരുന്നു. പേർഷ്യൻ രാജാവിന്റെ പുറകിലുള്ള ശക്തിയാണ് പാർസി രാജ്യത്തിന്റെ അതിനെ വിവരിക്കുന്നത്. യവന രാജാവിന്റെ പുറകിലുള്ള ശക്തി, ഈ ബാബിലോൺ രാജാവിന്റെ പുറകിലുള്ള ഒരു ശക്തി, ഇതെല്ലാം നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലൂടെ പഠിക്കാൻ കഴിയുന്നുണ്ട്. അവരെ കുറിച്ച് പറയുന്നുണ്ട് വാഴ്ചകളും അധികാരങ്ങളും, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്. ലോക ഭരണകർത്താക്കളിലൂടെ അവർ അധികാരം നടത്തുന്നു.
ഒരിക്കൽ കർത്താവ് വന്ന് രാജ്യം ഏറ്റെടുക്കും, അതുവരെ ഈ ലോകം സാത്താന്റെ അധീനതയിലാണെന്ന് കർത്താവ് വെളിപ്പെടുത്തി. ഇവരുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തി ഇവനാണ്. അവന്റെ ആലോചനകളും അവന്റെ ഹിതങ്ങളും ഒക്കെ ലോകത്തിൽ നടത്തിയെടുക്കുന്നത് ഈ ഭരണകർത്താക്കളിലൂടെയാണ്. കമ്മ്യൂണിസം ലോകത്തിൽ വന്ന്, നമ്മൾ കമ്മ്യൂണിസത്തിനൊന്നും എതിരല്ല, പക്ഷെങ്കിൽ നമ്മൾ ആർക്കും എതിരല്ല. കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ ഈ നിരീശ്വരത്വത്തെ അധിഷ്ഠിതമാക്കിയ രാജ്യം കെട്ടിപ്പടുത്തിയപ്പോൾ ഒരു സത്യം ഓർക്കണം, എത്രയോ കോടി ആളുകൾ നിത്യനരകത്തിൽ പോയി. തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാ? തീർച്ചയായിട്ടും ഈ മഹാസർപ്പം സാത്താനാണ്. അതിന്റെ പുറകിൽ സാത്താന്റെ തന്ത്രങ്ങളാണ്. മനുഷ്യനെ വഞ്ചിച്ച് ഒക്കെ കൊണ്ടുവന്ന സാത്താന്റെ. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്തൊരു പ്രകാശം കിട്ടിയിട്ടുണ്ട്. അതെന്താ? ഈ സാത്താന്റെ പ്രവൃത്തി. 4-ാം വാക്യം നോക്കിയാട്ടെ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കണ്ടോ, ഇതെന്താ ഈ പറയുന്നത്? അവന്റെ വാല് നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. നക്ഷത്രങ്ങൾ വേദപുസ്തകത്തിൽ ദൂതന്മാരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോബിന്റെ പുസ്തകം 38:6, വെളിപ്പാട് പുസ്തകം 1:20 നക്ഷത്രങ്ങളെ ദൂതന്മാരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ വാല് 1/3 ഈ ദൂതന്മാരെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഈ വാലെന്തോ? യെശയ്യാ 9:15 വായിച്ച്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. പഴയ നിയമത്തിൽ യേശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. 9:15. നമ്മൾ ഈ വാൽ എന്താന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവന്റെ വാൽ ഉപയോഗിച്ചാണ് 1/3 ദൂതന്മാരെ വഞ്ചിച്ച് സാത്താന്റെ ഗണത്തിൽപ്പെടുത്തുക. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. കണ്ടോ, അസത്യം ഉപദേശിക്കുന്നവനാണ് വാല്. അവന്റെ വാൽ ഉപയോഗിച്ച് ദൂതന്മാരിൽ 1/3 വഞ്ചിച്ചവൻ താഴോട്ട് കൊണ്ടുപോയി. അപ്പൊ അവന്റെ അസത്യം വിശ്വസിപ്പിച്ച് ഈ ദൂതന്മാരിൽ ഒരു കൂട്ടത്തെ തെറ്റിച്ചു കളഞ്ഞു. 1/3 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ദൂതന്മാരുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്യൂമറബിൾ. അതിൽ 1/3 ഇവൻ തെറ്റിച്ചത് അവന്റെ അസത്യം എന്ന് പറയുന്ന വാൽ ഉപയോഗിച്ചു. അസത്യത്തിന്റെ ആ പ്രവർത്തനം എത്ര ഭയങ്കരമല്ലേ! ദൂതന്മാരെ പോലും 1/3 വഞ്ചിച്ചു. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, യോഹന്നാൻ 8:44. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. അതെ, നമ്മുടെ കർത്താവ് പറഞ്ഞ അല്ലേ? അതെ, 8:44 വാക്യത്തിലുണ്ട് യോഹന്നാൻ. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. അവൻ ഭോഷ്ക് പറയുന്നവനാണ് സാത്താൻ. ദൂതന്മാരെ വഞ്ചിച്ചപ്പോൾ ഈ ഭോഷ്ക് കൊണ്ട് അവൻ വഞ്ചിച്ചു. 1/3 വഞ്ചിക്കപ്പെട്ടു പോയി. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്ന വെളിപ്പാട് 20:3 നമ്മൾ വായിച്ചു. പഴയ പാമ്പായ മഹാസർപ്പത്തെ അഗാധകൂപത്തിലിട്ട് അടച്ചു പൂട്ടുന്നു. എന്തിനാ പൂട്ടുന്നത് അവിടെ പറയുന്നുണ്ട്? ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. അങ്ങനല്ലേ വായിക്കുന്ന 20:3? 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയുകയും ചെയ്തു. അതിനുശേഷം അവൻ അഴിച്ചുവിടേണ്ടതാകുന്നു. അതെ, ആരംഭത്തിൽ പറയുന്നുണ്ട് അവൻ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു, 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. അപ്പം സാത്താൻ ഇന്ന് ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വഞ്ചിച്ചുകൊണ്ടിരിക്കുക, അസത്യത്തെ വിശ്വസിപ്പിക്കുക. അവന് എന്തായിരുന്നു സ്വർഗത്തിൽ ചെയ്തത്? ദൂതന്മാരെ 1/3 വഞ്ചിച്ചവൻ അവന്റെ അസത്യമെന്ന വാൽ ഉപയോഗിച്ച് ഭോഷ്ക് കൊണ്ട് അവരെ വഞ്ചിച്ച് സാത്താനാക്കി മാറ്റി. അവനെ പിശാചുക്കളാക്കി. മനുഷ്യവർഗത്തെ എന്താ ചെയ്യുന്നത്? വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ അവന്റെ ഭോഷ്ക് വിശ്വസിക്കുക. ഇതൊരു ഭയങ്കരമായ ഈ സാത്താൻ ചെയ്യുന്ന ആ പ്രവർത്തനം. ദൂതന്മാരെ വഞ്ചിച്ചു, 1/3 വഞ്ചിച്ചു, ലോകത്തിലുള്ളവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ആ അവന്റെ പ്രവൃത്തി ശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? മനുഷ്യൻ ചിന്തിക്കട്ടെ, ഞാൻ വഞ്ചിക്കപ്പെട്ടവനാണോ? കർത്താവായ യേശുക്രിസ്തു സത്യത്തിന് സാക്ഷി നിൽക്കാൻ കടന്നു വന്നവനാണ്. എന്നാൽ സത്യത്തെ സ്നേഹിക്കുന്നവർ അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ സാത്താന്റെ വഞ്ചനയിലാകപ്പെട്ടവരെ അവനെ എതിർക്കുകയും അവന്റെ സത്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക. അപ്പം സാത്താന്റെ വഞ്ചനയിലാകപ്പെട്ട വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് അവരെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും ആ വഞ്ചന ബ്ലൈൻഡ് ആക്കി തരും. പിന്നെ സത്യങ്ങൾ മനസ്സിലാക്കാൻ വയ്യാതെ ഒരു അന്ധതയുടെ, ഒരു ഇരുട്ടിൻ്റെ അനുഭവം അവരെ വലയം ചെയ്യും. എന്ന് പറഞ്ഞാൽ സാറ് ഇപ്പോൾ പറയുന്നത് ഒരു പുരുഷായുസ് മുഴുവനും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സത്യം അംഗീകരിക്കാൻ സ്വീകരിക്കാനായിട്ടുള്ള ദൈവം കൊടുക്കുന്ന അവസരങ്ങളാണ് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെ. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അസത്യം വിശ്വസിക്കാനായിട്ട് ദൈവം കൈവിട്ട് കളയും അല്ലേ? ദൈവം കൈവിടുമെന്ന് മാത്രമല്ല, അവസാനം ആ ഇരുട്ടിനെ സ്നേഹിച്ചവരെ നിത്യ ഇരുട്ടിലേക്ക് അങ്ങ് തള്ളിക്കളയും. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇവിടെ ഈ സാത്താന്റെ വലിയൊരു പ്രവൃത്തി 4-ാം വാക്യത്തിന്റെ മറ്റേ സെക്കൻഡ് പാർട്ടി പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. പ്രസവിപ്പാറായ സ്ത്രീ
പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെയും പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. നമ്മൾ ശ്രദ്ധിച്ചു, ഇസ്രായേൽ രാഷ്ട്രം യേശുക്രിസ്തുവിന് ജന്മം കൊടുത്തപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഹാസർപ്പം സാത്താനാണ്. ഇവിടെ വായിക്കുന്നത് എന്താ? ആ ആൺകുട്ടിയെ തിന്നുകളയുവാൻ പ്രസവിച്ച ഉടനെ കുട്ടിയെ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. എന്താ ഇത് വായിക്കുന്നത്? നമ്മൾ ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കി. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13-16 വാക്യത്തിൽ എന്താ കാണുന്നത്? യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഹെരോദ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ കൊല്ലണമെന്നുള്ളത് അല്ലേ? കുഞ്ഞുങ്ങളെ, ശിശുക്കളെ നശിപ്പിക്കാൻ. ആരായി ഈ തിന്നുകളയുവാൻ, ഈ കുഞ്ഞുങ്ങളെ തിന്നുകളയുവാൻ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത്? എപ്പോഴാണ് അവരെ കൊന്നുകളയുവാൻ കൽപ്പന കൊടുത്തത്? ഈ കുട്ടിക്ക് ജന്മം കൊടുത്ത ഉടനെ. അതെ അതെ, എത്രയോ യോജിച്ചു വരുന്നു ആ കാര്യമല്ലേ. ഉടനെ കർത്താവിനെ കൊന്നുകളയുവാനാണ് ഹെരോദ രാജാവോട് ശ്രമിച്ചത്. പക്ഷെ ഹെരോദ രാജാവിനോട് ശ്രമിച്ചത് അനേക കുഞ്ഞുങ്ങൾ അത് കൊല്ലപ്പെട്ടു. അവൻ ആദ്യം മുതലേ കൊലപാതകം എന്ന് പറഞ്ഞത് എത്ര ശരിയാണല്ലേ? ശരിയാണെന്ന് മാത്രമല്ല, ഇവിടെ വായിക്കുന്നത് ആ കർത്താവിന് ജന്മം കൊടുത്ത് കഴിഞ്ഞ ഉടനെ ഈ കൽപ്പന കൊടുത്തത് അവനെ തിന്നാനാണ്, അവനെ വിഴുങ്ങാനാണ് സാത്താൻ. പക്ഷെ അത് സാധിക്കാതെ ദൈവം കർത്താവിനെ സൂക്ഷിച്ചെന്നുള്ളതാണ് വാസ്തവം. പിന്നീട് കർത്താവിന്റെ ജീവിതം മുഴുവൻ ശ്രദ്ധിച്ചാൽ, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് അവനെ മലയുടെ വക്കോളം കൊണ്ടുപോയി തെല്ലിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അതിന്റെ പുറകിലും ഈ സത്താനാണ്. ഗതസമനയിൽ ക്രൂശിൽ പോകുന്നതിന് മുമ്പ് പല പണ്ഡിതന്മാരെ അഭിപ്രായം അവൻ മരിച്ചു പോകാനായിട്ട് ഇടയാകത്തക്കവണ്ണം അതിവ്യതയിൽ പിടിപെട്ടു. മരണവേദന പോലെ എന്റെ ഹൃദയം ദുഃഖിതമായിരിക്കും. അവന്റെ വിയർപ്പുകൾ ചോരത്തുള്ളി പോലെ വരികയാണ്. അപ്പോൾ അവിടെ വെച്ച് ക്രൂശുമരണത്തിന് മുമ്പ് ഒരുപക്ഷെ അവനെ കൊന്നുകളയാൻ ശ്രമിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പൈശാചികന്റെ വലിയ ഒരു പ്രവൃത്തി കർത്താവിനെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് തനിക്കുള്ള ശുശ്രൂഷ തികയ്ക്കാൻ പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം അവനെ അനുവദിച്ചു. എന്നിട്ട് അതിന്റെ ശേഷം വായിക്കുന്ന എന്നാ? സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നു അവൾ സകലജാതികളെ ഇമുകൾ മേയ്ക്കേണ്ട ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുത്തോളപ്പെട്ടു. അവന്റെ ശുശ്രൂഷ തികച്ച ശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. കർത്താവിന്റെ 3.5 വർഷക്കാലത്തെ ആ പരസ്യശുശ്രൂഷ ചെയ്തതിനു ശേഷം മരിച്ചു എത്തുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ആ കാര്യം അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 1:9 വായിക്കുന്നു, ഹി വാസ് കോട്ട് അപ്പ്. അവൻ ഉയരത്തിലേക്ക് കരയുന്നു. ശിഷ്യന്മാർ നോക്കി നിൽക്കെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. അതാണ് ഇവിടെ വായിക്കുന്നത്. പിതാവിന്റെ സന്നിധിയിലേക്ക് അവൻ എടുത്തോളപ്പെട്ടു. ദൈവത്തിന്റെ അടുക്കിലേക്ക്, അവന്റെ സിംഹാസനത്തിലേക്ക്, നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം. നീ എൻ്റെ വലത്ത് ഭാഗത്ത്, അവന്റെ സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് എടുത്തോളപ്പെട്ടു. അതിന്റെ ശേഷമുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. അതിന്റെ ശേഷം മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ട ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഇത് പ്രവചന പഠനത്തിൽ ഇത് അതിന്റെ സീക്വൻസ്, അതായത് ഒന്നൊന്നായിട്ട് നടക്കുന്നതായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അതിൻ്റെ ചരിത്രം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വലിയ സംഭവമാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇനിയും നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. 6-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് 7-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു വലിയ യുദ്ധമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതെ, 7-ാം വാക്യം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. വാർ ഇൻ ഹെവൻ. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മൾ ഓർക്കണം, സ്വർഗത്തിൽ യുദ്ധം ഉണ്ടാകുകയാണ്. 7-ാം എന്താ കാരണം? നമ്മുടെ ബൈബിളിൽ ഒരു പ്രവചന വിഷയമുണ്ട്. പ്രവചന വിഷയമല്ല, ഒരു പ്രസ്താവനയുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. സ്വർഗം തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ. ദൈവത്തിന്റെ നിർമ്മല ദൃഷ്ടിയുടെ മുന്നിൽ സ്വർഗം തൃക്കണ്ണിന് നിർമ്മലം. സ്വർഗത്തിൽ എന്താ മാലിന്യമുള്ളത്? സ്വർഗം ശുദ്ധിയുടെ സ്ഥലമാണ്.
എന്നാൽ ഇവിടെ വായിക്കുന്ന ഇയ്യോ 15:15 സ്വർഗം തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ. എന്താ കാരണം? സാത്താൻ ഇപ്പോഴും സ്വർഗത്തിൽ കയറി ചെല്ലുന്നുണ്ട്. അത് ശരി. ഇവിടെ നമ്മൾ വായിച്ചില്ലേ, സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തെളിയിട. അപ്പൊ സ്വർഗത്തിൽ ചെന്നിട്ട് സഹോദരന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക സാത്താന്റെ ജോലി തന്നെ. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോഴും നമ്മളെക്കുറിച്ചൊക്കെ അവിടെ ചെന്ന് കുറ്റം പറയും. എന്തിനാ കർത്താവ് ഇവിടെ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത്? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനായിട്ടല്ലേ? നമ്മളെക്കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞ് നമ്മളെ അപവാദം പറയുമ്പോൾ മറുഭാഗത്ത് ദൈവപുത്രൻ നമുക്ക് വേണ്ടി മധ്യസ്ഥയാണ് പിതാവിന്റെ മുന്നിൽ. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കണം, പീഡന കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുക. ആരുമായിട്ട് യുദ്ധം നടത്തി? മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. അതെ, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല. പീഡനകാലത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അക്കാലത്ത് സ്വജാതിക്ക് തുണ നിൽക്കുന്ന മീഖായേൽ പ്രഭു എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതും ഇതുവരെ സംഭവിച്ചിട്ടില്ല. മഹാകഷ്ടമൊന്നുണ്ടാകും. പീഡന കാലഘട്ടത്തിന്റെ സെക്കൻഡ് ഹാഫ്. ആ സന്ദർഭത്തിലാണ് ഇത് സ്വർഗത്തിൽ നടക്കുന്നതും സ്വർഗത്തിൽ നിന്ന് ഇവരെ അടിച്ച് പുറത്തു കളയും. അത് ശരി. സ്വർഗത്തിൽ പിന്നെ അവർക്ക് പ്രവേശനം കൊടുത്തിട്ടില്ല. അതുവരെ ഉണ്ട്. അതുവരെ. പക്ഷെങ്കിൽ ആ സ്വർഗത്തിൽ നിന്ന് അവനെ സാത്താനെ അടിച്ച് താഴെ കളയുമ്പോൾ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. 12-ാം വാക്യം നോക്കി. 12-ാം വാക്യത്തിൽ അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. പക്ഷേ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. വാക്യം കണ്ടു. അതായത് സെക്കൻഡ് ഹാഫ് ഓഫ് ട്രിബുലേഷൻ, പീഡനകാലത്തിന്റെ 2-ാം ഭാഗത്തിൽ പിശാചിന് മഹാക്രോധത്തോടെ എന്ന് പറഞ്ഞാൽ അങ്ങ് ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഇറങ്ങി വന്നിരിക്കുക. അപ്പം നമ്മൾ ഓർക്കണം, പീഡന കാലഘട്ടത്തിന്റെ സെക്കൻഡ് ഹാഫ് ഓർക്കണം. ദൈവം തന്റെ ക്രോധം ചൊരിയുന്നു. അതെ, സാത്താൻ തന്റെ മഹാക്രോധത്തോടെ ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയില്ല. അധർമ്മം തടുക്കുന്നവൻ ഇവിടെ നിന്ന് മാറി മനുഷ്യന്റെ ആധാർമികത്വം മുഴുവൻ പൊട്ടിപ്പുറപ്പെടുന്നു. ദൈവം തന്നെ പറഞ്ഞ വാക്കെന്തുവാ? ഭൂമിയിൽ വസിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അതെ, ആ വാക്ക് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 12-ാം വാക്യം. 12-ാം വാക്യം. അതെ, ഭൂമിയിൽ വസിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. കഷ്ടം ദൈവം പറയാ. ഭൂമി അപ്പം ആലോചിച്ച് നോക്കിയേ, ദൈവക്രോധം ചൊരിയപ്പെടുന്നു. സാത്താൻ തന്റെ കോപം ഭൂമിമേൽ മഹാക്രോധത്തോടെ ഇറങ്ങി വന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇന്ന് നമ്മുടെ മക്കൾക്കും ഭാര്യമാർക്കും പെൺകുട്ടികൾക്കും ഒക്കെ റോഡിൽ ഇറങ്ങി നടക്കാം. കാരണം ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഒരു ഭയമുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഒന്ന് ഓർത്തേ. ഈ ദുഷ്ടന്മാർ മാത്രം വിഹരിക്കുന്ന ഒരു ലോകം സങ്കല്പിക്കാൻ പറ്റാത്ത. അതാണ് പീഡന കാലഘട്ടം. തടുക്കുന്നവൻ മാറി. പഴയ നിയമത്തിൽ ആ ലോത്തിന്റെ കാലഘട്ടം പോലെ അല്ലേ? യെസ്, അതിനെയൊക്കെ കവിച്ച് ഇതുവരെ സംഭവിച്ചിട്ട് ഇല്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു കാലഘട്ടം. ഭയാനകമാണ്. ദൈവക്രോധം വരുന്നു. സാത്താൻ തന്റെ മഹാക്രോധത്തോടെ ഇറങ്ങി വന്നു. ദുഷ്ടന്മാര് സകല ദുഷ്ടതയും പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. മൂന്നാമത് നമ്മൾ ഓർക്കണം, എന്താ സാത്താൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് മഹാക്രോധത്തോട്. നമ്മൾ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ കർത്താവ് സുഖപ്പെടുത്തിയത് മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 28-29 വാക്യത്തിലാണ്. ആ ഭൂതങ്ങള് അവനിൽ നിന്ന് പുറത്തു വന്ന് കർത്താവിനോട് ചോദിച്ചാൽ എന്നാണെന്നറിയാമോ? സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നു. അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടല്ലേ? സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ. 2000 വർഷം മുമ്പ് ആ ലെഗ്യോൻ ബാധിച്ച മനുഷ്യനിൽ നിന്ന് ഈ ഭൂതങ്ങൾ പുറത്തു വന്ന് കർത്താവിനോട് ചോദിക്കുക, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? അവർക്കറിയാൻ 2000 വർഷം കൂടെ ഉണ്ട്. ഈ പീഡന കാലഘട്ടത്തിന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ അവർക്കറിയാം ഇനിയും അല്പകാലമേ ഉള്ളൂ. കാരണം സ്വർഗത്തിൽ നിന്ന് ഇവനെ തള്ളി ഭൂമിയിൽ മാത്രമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, സാത്താന സമയങ്ങളെ അറിയാം, പക്ഷെ ദൈവമക്കൾക്ക് അറിയത്തില്ലല്ലേ? ദൈവമക്കള് എന്തോ ഒരു കർത്താവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനും ഈ പ്രവചനങ്ങൾ തന്നതുകൊണ്ട് ഇത് വിലയിരുത്തുവാനും പറഞ്ഞു. സൗന്മാരെ, നിങ്ങൾക്ക് ആ നാൾ കളനെന്ന പോലെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. തീർച്ചയായിട്ടും നാം വളരെയധികം ഗൗരവമായിട്ട് കാണേണ്ടതും പരിഗണിക്കേണ്ടതുമായ ഒരു വലിയ ചിന്തയാണിത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ
പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പ്രക്ഷേപണങ്ങൾ, അതുപോലെ തന്നെയുള്ള എല്ലാ സത്യത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൽ നമ്മൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. സുവിശേഷ വ്യാപനത്തിന് നാം എന്തുമാത്രം എഫേർട്ട് എടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇതുകൊണ്ട് ആൾക്കാർ സത്യമറിയും. അവർ സത്യത്തിലേക്കും ലോക വെളിച്ചമായിരിക്കുന്ന ആ സത്യ വെളിച്ചത്തിലേക്കും ആൾക്കാർ വരും എന്നുള്ളത് അറിഞ്ഞ് അതിന് എഫർട്ട് എടുക്കുവാൻ, അതിനെ ചിലവാക്കുവാൻ, അതിന് ചിലവായി പോകുവാൻ നമ്മുടെ എഫർട്ടും എനർജിയും നമ്മുടെ അവസരങ്ങളും എല്ലാം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് മണ്ടന്മാരാകുന്നത്. ദൈവസന്നിധി നമ്മൾ കണക്ക് പറയേണ്ടി വരും, അല്ലേ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുകയില്ല. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് 3 പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയയ്ക്കുക. You can see these messages in YouTube too. The address is John Sebastian and John B. Thomas channel.